ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ എൻ്റെ നാട്ടിൽ പോവാണ് പപ്പായും ഉമ്മയും കാണാൻ. ഇതിനു മുമ്പ് വീട്ടിൽ പോയത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഭയങ്കര ടെൻഷനും കരച്ചിലും സങ്കടവും. പെട്ടെന്ന് രാവിലെ ഫോൺ വന്ന് പപ്പക്ക് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയ യാത്രയായിരുന്നു ഇതിനു മുമ്പ്. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വന്നതാണ്. പിന്നെ ഒരു 3 മാസത്തേക്ക് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പപ്പാക്ക് വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു മാസം കൂടെ ഒന്ന് നമ്മുടെ രീതിയിൽ സേഫ്റ്റി നോക്കി. അങ്ങനെ 4 മാസം കഴിഞ്ഞിട്ട് ഇപ്പം പപ്പായെ കാണാൻ പോവാണ്. അപ്പോൾ ഇന്ന് നോമ്പ് 3ഓ 4ഓ എന്തോ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ പോകുമ്പോൾ റമദാന് മുമ്പ് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തതാണ്. പക്ഷേ അത് പിന്നെ യാത്ര ക്യാൻസലായിപ്പോയി. അങ്ങനെ ചേർത്തലെത്തി. ഞങ്ങൾ രാവിലെ ജനശതാബ്ദിക്കായിരുന്നു പോയത്. അങ്ങനെ ഒരു 8:30 9 മണിയായപ്പോഴത്തേക്കും അവിടെ എത്തി. അപ്പോൾ അന്ന് തന്നെ പോയിട്ട് അന്ന് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ട്രെയിനിൽ പോയത്. അത് മക്കൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ട്രെയിനിൽ പോകാൻ. അങ്ങനെ അവന്മാരുമായിട്ട് വന്ന് പോകാൻ വേണ്ടിയാണ് ആദ്യം ബുക്ക് ചെയ്ത ടിക്കറ്റ്. പക്ഷെ അന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും അവന് മൂത്ത ആൾക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ വീടെത്താറായി. ഇവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ട് തന്നെ. ട്രെയിനിൽ വന്നതുകൊണ്ട് ആദ്യം പപ്പായുടെ അടുത്ത് പോയി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പോയി കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. വന്ന് കയറി. പക്ഷെ പപ്പാക്ക് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പപ്പ അടുത്തോട്ട് വന്നതാണ്. അങ്ങനെ ഉമ്മി വരുന്നുണ്ട്. വീഡിയോ എടുക്കണേനാണ് എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥ ഇപ്പം ആലോചിക്കാൻ കൂടെ പേടിയാവും. അത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്ക് അള്ളാഹുവിൻ്റെ ദുആ കേട്ടിട്ടുണ്ട്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരിതായിരുന്നു. കാരണം പപ്പാക്ക് അങ്ങനെ അല്ലാതെ കൊളസ്ട്രോളോ BP അങ്ങനെ വേറെ ഒരു പ്രോബ്ലം ഉള്ള ഒരാളല്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഒരു ഷോക്കായിരുന്നു എനിക്കത്. ആദ്യം വൊമിറ്റ് ചെയ്ത് ഒരു ക്ഷീണം പോലെ വന്നപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ അവർ ഗ്യാസിൻ്റെ ആയിരിക്കും എന്നാണ് അവർ കരുതിയത്. പിന്നെ പിറ്റേ ദിവസം ഡോക്ടർ വന്ന് അപ്പോഴും പപ്പാക്ക് വേദന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ആൻജിയോഗ്രാം ചെയ്ത് ഇപ്പം ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായി. തൽക്കാലത്തേക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തായിരുന്നു. പക്ഷേ അതും പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല. പപ്പാക്ക് സർജറി തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് സർജറിയും കഴിഞ്ഞായിരുന്നു. അവിടെ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലായിരുന്നു. നല്ല ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടുത്തെ ഡോക്ടേഴ്സും അവിടെ ഏത് കാര്യമായാലും നല്ല സഹകരണവും നല്ല ട്രീറ്റ്മെൻറ്റുമാണ് അവിടെ. എല്ലാം കൊണ്ടും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. നമ്മുടെ ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മളോട് അവർ പെരുമാറുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുപാട് ആശ്വാസം തരും. നമ്മൾ ഒരു രീതിയിലും അവർ ഒരു പ്രഷറും തന്നിട്ടില്ല, ഒരു ടെൻഷനും തന്നിട്ടില്ല. നല്ല ഫ്രീ ആയിട്ട് ഒരുപാട് നമ്മളറിയാവുന്നവർ നമ്മളെ ചേർത്ത് നിർത്തി കാര്യങ്ങൾ ചെയ്യുന്ന പോലെയായിരുന്നു അവിടുത്തെ ഒരു കെയറിങ്ങും സഹകരണമൊക്കെ. എന്നെക്കൊണ്ട് അന്ന് ഒന്നിനും പറ്റുന്നില്ലായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് തളർന്ന് വീഴും. അപ്പോൾ എന്നെ സമാധാനിപ്പിക്കും, ഉമ്മയെ സമാധാനിപ്പിക്കും. ഞങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് എൻ്റെ ഇക്കയാണ്. എൻ്റെ ഇക്ക എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൈ പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ലൈഫിൽ എനിക്ക് അള്ളാഹ് തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മയും പപ്പായും കഴിഞ്ഞാൽ ഞാൻ ഇക്കയാണെന്ന് പറയും. കാരണം അത്രയ്ക്ക് എൻ്റെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ പപ്പാക്ക് ക്ഷീണം വന്ന സമയം ഒരു ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു, രാധാകൃഷ്ണൻ അങ്കിള്. ആ അങ്കിളാണ് സമയത്തിന് പപ്പായെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. പിന്നെയും ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു അങ്കിള്. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്, ഇക്ക കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മയുടെ അനിയത്തി നിസ കുഞ്ഞ, എളാപ്പ, അവരോട് രണ്ടുപേരോടും എത്ര നന്ദി പറഞ്ഞാലും തീരൂല. കാരണം അത്രയ്ക്ക് അതുങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. പപ്പാക്ക് വയ്യാതെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തൊട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയത് വരെ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് രണ്ടുപേരും. അവരുടെ മക്കൾ, ഉമ്മയുടെ ആങ്ങളയുടെ മക്കൾ, അങ്ങനെ എല്ലാവരും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പപ്പായുടെ ഇക്ക കാണാൻ വന്നിരുന്നു. വയ്യാഞ്ഞിട്ടും ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് പപ്പായെ നോക്കാൻ വന്നിരുന്നു. അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾക്ക് ശേഷം അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. 3 മാസം കഴിഞ്ഞ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. പപ്പ ഓക്കെയാണ്. ഇപ്പോൾ കുറച്ച് പുറത്തൊക്കെ ഒന്ന് നടക്കാനൊക്കെ പോകാറുണ്ട്. പിന്നെ അന്ന് നോമ്പായതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അവിടെ പോയി കുറച്ച് നേരം പപ്പായുടെയും ഉമ്മയുടെയും കൂടെ ഇരുന്ന് വർത്തമാനം എല്ലാം പറഞ്ഞു. അന്ന് പിള്ളേരെ കൊണ്ടുപോകാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. കാരണം അവന്മാരില്ലാതെ ഞങ്ങളെങ്ങും പോകാറില്ലായിരുന്നു. അന്ന് പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ടാണ് പിന്നെ കൊണ്ടുവരാൻ പറ്റായിരുന്നത്. ഒരാൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അന്ന് പിന്നെ 6 മണിക്ക് ഞങ്ങൾക്ക് ട്രെയിൻ ആയതുകൊണ്ട് നോമ്പ് തുറക്കാനൊന്നും നിൽക്കാൻ പറ്റിയില്ല.
പിന്നെ ഉമ്മ കുറച്ച് കയ്യിൽ തന്നു വിട്ടു ട്രെയിനിൽ വെച്ച് നോമ്പ് തുറക്കാൻ. അങ്ങനെ ബാക്കി വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 9:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി.